രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. രണ്ടാം ബലാത്സംഗ കേസിൽ അതിജീവിത അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നു. ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണോ ഇപ്പോഴും അടച്ചിട്ട കോടതി മുറിയിൽ? മഹേഷയിൽ അടച്ചിട്ട കോടതിയിലാണ് ഈ വാദം തുടരുന്നത്. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ അടച്ചിട്ട കോടതിയിൽ വാദം തുടരുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ വാദം തുടരുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. SP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തിയാണ് ഈ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ആ മൊഴിയുടെ വിവരങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മൊഴിയിൽ പ്രധാനമായും യുവതി പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് തന്നെ സമീപിക്കുന്നത്. ഒപ്പം തന്നെ ഈ തന്നെ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം അവർ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കാല് പിടിച്ചു പറഞ്ഞിട്ടും ബലാത്സംഗം ചെയ്യരുത് എന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടും തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം പ്രണയ അഭ്യർത്ഥനയാണ് രാഹുൽ നടത്തിയത്. അതിനുശേഷം ഫെനി വന്ന് വാഹനത്തിൽ കയറ്റി രാഹുലിൻ്റെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് അവർ പറയുന്നു. ക്രൂരമായ പീഡനത്തിൽ ശരീരമാസകലം മുറിവേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വീട്ടിലെ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ്, വീട്ടിലുള്ള മറ്റുള്ളവരുടെയൊക്കെ അടക്കം സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറയാതിരുന്നത്. ഈ കാര്യങ്ങൾ ഒക്കെയും തനിക്ക് രാഹുലിനെ പേടിയാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യുവതി മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ബാംഗ്ലൂരിൽ താമസക്കാരിയായിട്ടുള്ള യുവതിയാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി രംഗത്തേക്ക് എത്തിയത്. മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യത്തിൽ ആണ് അടച്ചിട്ട കോടതിയിൽ വാദം തുടരുന്ന ഒരു സാഹചര്യം തുടരുന്നത്. ആ സമയത്ത് തന്നെ പ്രോസിക്യൂഷൻ ഈ ഡിജിറ്റൽ രേഖകളടക്കം യുവതി കൈമാറിയിട്ടുണ്ട്. തനിക്ക് വാട്സപ്പിലും അല്ലാതെയും അയച്ചിട്ടുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ രേഖകളടക്കം ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി രാഹുലിൻ്റെ കാര്യത്തിൽ ഈ രണ്ടാമത്തെ കേസിൽ എന്ത് വിധിയായിരിക്കും കോടതി സ്വീകരിക്കുക എന്നത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തുതന്നെയായാലും അറസ്റ്റ് നേരത്തെ തന്നെ കോടതി തടഞ്ഞിരുന്നില്ല എങ്കിൽ കൂടിയും 12ാം ദിവസവും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.